വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. യുഡിഎഫിന്റെ ശബരിമല പ്രചാരണങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ സിപിഎം. കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം സാധ്യമല്ല എന്ന് സർക്കാരും വ്യക്തമാക്കുന്നു. ജനങ്ങളെ കബളിപ്പിക്കാൻ യുഡിഎഫ് ശ്രമമെന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബിയും പറഞ്ഞു. അയ്യപ്പനും വാവരും ഇഷ്ടപ്പെടുന്നത് ഇടതുമുന്നണിയാണെന്നും ക്ഷേത്രങ്ങളും പള്ളി കമ്മിറ്റികളും നല്ല രീതിയിൽ നടക്കുന്നത് ഇടതു ഭരണത്തിലാണെന്നും എം.എ. ബേബി ന്യൂസ് 18നോട് പറഞ്ഞു. സുപ്രീം കോടതിക്ക് മുന്നിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് കഴിയില്ല എന്നും നിയമം കൊണ്ടുവരുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് വിവരക്കേടാണെന്നും മന്ത്രി എ.കെ. ബാലൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ശബരിമല ചർച്ചയാക്കുന്നത് കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് തയ്യാറാക്കിയ തന്ത്രമാണെന്നും ബാലൻ പറയുന്നു. രാഷ്ട്രീയമായ ശൂന്യതയിൽ നിന്നാണ് എന്തു പറഞ്ഞ് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോൾ എങ്കിൽ ഇതൊന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം അവരുടെ വിഷയദാരിദ്ര്യം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ അപകടം കേരളത്തിൽ രാഷ്ട്രീയ സാക്ഷരതയുള്ളവരാണ്. സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കാനിരിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു സംസ്ഥാനത്തൊരു നിയമനിർമ്മാണം നടത്തും എന്ന് പറയാൻ തയ്യാറാവുന്നവരുടെ ബുദ്ധിശക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതിനൊരു നിയമം ഉണ്ടാക്കുന്നത് തന്നെ സബ്ജുഡീസാണ്, പാടില്ല. അപ്പം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക വേഷത്തിൽ അവതരിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ അണിയാൻ ഒരു വേഷവും ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇപ്പോൾ വാളയാർ മരിച്ച പെൺകുട്ടികളുടെ അമ്മയെ കണ്ട ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. വാളയാറിന്റെ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ഗവൺമെന്റ് കള്ളക്കളിയാണ്. പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ്. ഇപ്പോഴിവ CBIക്ക് വിട്ടുവെന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടിയുടെ കാര്യം മാത്രമാണ് വിട്ടത്. പിന്നീട് സമരസമിതിക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് രണ്ടാമത്തെ കേസ് കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബോധപൂർവമായി പ്രോസിക്യൂഷൻ കളിച്ചു, ആദ്യം പോലീസ് കളിച്ചു, പ്രോസിക്യൂഷൻ കളിച്ചു. അങ്ങനെ നിരന്തരമായി ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടന്നത്. ഇപ്പം ഇവരുടെ ആവശ്യം എന്താണ്? ഈ കേസിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം. എന്തുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്നില്ല? കോടതി പോലും നിശിതമായി വിമർശിച്ചിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുന്നില്ല? അപ്പം അരിവാൾ പാർട്ടിക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വാളയാർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 45 പോസ്കോ കേസുകൾ ഉണ്ടായിരുന്നു. 12 എണ്ണമാണ് ചാർജ് ചെയ്തത്. അതും വെറുതെ വിട്ടു. നമ്മൾ ആലോചിക്കണം, ഒരു പോലീസ് സ്റ്റേഷനിൽ 45 പോസ്കോ കേസുകൾ ഉണ്ടായിട്ട് 12 എണ്ണം കേസ് ചാർജ് ചെയ്ത് മുന്നോട്ട് പോവുകയും ആ 12 എണ്ണം വിധി വന്നു, അതും വെറുതെ വിട്ടു. അപ്പോൾ പ്രതികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വാളയാറിൽ കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനികളെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്താ ഗവൺമെന്റ് മടിച്ചിരിക്കുന്നത്? അപ്പോൾ ബോധപൂർവമായി പ്രതികൾ CPMകാരായതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഗോമതിയുടെ നിരാഹാരവും ആ വാളയാറിലെ അമ്മയുടെ സത്യാഗ്രഹവും എല്ലാം കേരളത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സന്ദർശിച്ചത്. അവർക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ധാർമ്മിക പിന്തുണ ഇവർക്കുണ്ടാകും. മറ്റൊരു കാര്യം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് PSC ഉദ്യോഗാർത്ഥികൾ സമരത്തിലിരിക്കുകയാണ്. UDF ഇവരെ കുത്തിയിളക്കി ഇപ്പോൾ മനഃപൂർവ്വമായി സമരം ചെയ്യിക്കുന്നു. ഈ മണ്ണെണ്ണ ഒഴിച്ചുള്ള പ്രതിഷേധം പോലും ഇന്നലെ ആത്മഹത്യക്ക് ശ്രമം നടത്തിയിരുന്നു. അതുപോലും UDFന്റെ കുത്തിത്തിരിപ്പെന്നാണ് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിന് ഇപ്പൊ സമരങ്ങളോട് എന്ത് പുച്ഛമാണ്, എന്ത് അലർജിയാണ്. ഭരണം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. സമരം ചെയ്യുന്നവരൊക്കെ ബോധപൂർവം ചെയ്യുന്നതാണ്, അവരെ ആരോ ഇളക്കി വിടുന്നതാണ് എന്നൊക്കെ പറയുന്നത് എത്ര തെറ്റായ നടപടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് ചേർന്നാണോ സമരം ചെയ്യുന്നവരെല്ലാം ഗൂഢാലോചന നടത്തുകയാണെന്നും UDF ഇളക്കി വിടുകയാണെന്നൊക്കെ? ഇത് നരേന്ദ്രമോദിയും തോമസ് ഐസക്കും തമ്മിൽ എന്താ വ്യത്യാസം? നരേന്ദ്രമോദി ഇതാ പറയുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്? സമരജീവികളെന്ന് നരേന്ദ്രമോദി വിളിക്കുമ്പോൾ ഇവിടെ UDF
ചെറുപ്പക്കാരുടെ സമരം ഇളക്കിവിടുന്നു എന്ന് പറയുന്ന ഐസക്കും തമ്മിൽ എന്താ വ്യത്യാസം? അധികാരത്തിലിരിക്കുമ്പോൾ അധികാരം തലയ്ക്ക് പിടിക്കുന്ന ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കേവലം ജൽപ്പനങ്ങളായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഇവിടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ? അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കണം. പഠിച്ച് പാസ്സായി രാവും പകലും ഇരുന്ന് PSC ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് അവർക്ക് ജോലിയില്ല. നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രം ഭാര്യമാർക്കേ ഉള്ളൂ ജോലി. അവർ പ്രതിഷേധിക്കില്ലേ? ആ പ്രതിഷേധം കണ്ടില്ലെന്നടിക്കാൻ കഴിയുമോ? അപ്പൊ അതിനെയെല്ലാം ഞങ്ങൾ ഇളക്കി വിടുകയാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത്? അഥവാ ഞങ്ങൾ ആ സമരത്തെ പിന്തുണയ്ക്കുകയാണ്, എന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ ആ സമരത്തെ പിന്തുണയ്ക്കും. കേരളത്തിലെ ചെറുപ്പക്കാരോട് നീതി കിട്ടുന്നവരെ ആ സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും. 3 ലക്ഷം പിൻവാതിൽ നിയമനം നടത്തിയ നാണം കെട്ട ഗവൺമെന്റാണിത്. ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു കുട്ടിയോട് കയറി ചൂടായതായി കണ്ടു. എന്ത് ന്യായമാണിതെല്ലാം? എന്ത് നീതിയാണ് ഇവിടെ? XMPമാരുടെ ഭാര്യമാർക്കെല്ലാം ജോലി, MLAമാരുടെ മക്കൾക്കൊക്കെ ജോലി, കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്കെല്ലാം ജോലി. ന്യായമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ജോലി കിട്ടുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ പിൻവാതിലൂടെ അന്യായമായി ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് കൊടുക്കുന്ന ജോലിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് ഈ സമരം ജനങ്ങളുടെ വികാരം, ചെറുപ്പക്കാരുടെ വികാരം അടിച്ചമർത്താമെന്ന് ഭരണകൂടം കരുതണ്ട. സമരം ശക്തമാകും. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. സർക്കാരിന്റെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. നമ്മൾ നേരത്തെ ഉന്നയിച്ചത് സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അതിന്ന് ഫോക്കസ് മാറിയിട്ട് ഇപ്പോൾ പിൻവാതിൽ നിയമനത്തിലേക്ക് മാറുന്നുണ്ടോ? ആ കേസുകൾ മാറ്റിവെക്കുകയാണ്. എങ്ങനെയാണ്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. BJP CPM തമ്മിലുള്ള കൂട്ടുകെട്ട് കാരണം മുഖ്യമന്ത്രി കത്തെഴുതിയപ്പോൾ അവർ വന്നു. മുഖ്യമന്ത്രി രണ്ടാമത് കത്തെഴുതിയപ്പോൾ അന്വേഷണം നിലച്ചു. അപ്പോഴാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം 1 മാസമായി നിലച്ചല്ലോ. എന്തുകൊണ്ടാണ്? CPMന്റെയും BJPയുടെയും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് കൊണ്ടാണ് നിലച്ചു പോയത്. അല്ലെങ്കിൽ എവിടെ അന്വേഷണം? EDയുടെ അന്വേഷണം എവിടെ? NIAയുടെ അന്വേഷണം എവിടെ? കസ്റ്റംസിന്റെ അന്വേഷണം എവിടെ? ഈ അന്വേഷണങ്ങളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. ബോധപൂർവമാണ്. ഇത് CPMഉം BJPയും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. വിശ്വാസ് മേത്തയെ വിവരാവകാശ കമ്മീഷണറായി നിയോഗിക്കാനുള്ള മിനിറ്റ്സിൽ താങ്കൾ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഒപ്പിടാത്തത്? അത് സംബന്ധിച്ച് ഗവർണർക്ക് എന്തെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ആണ് മിനിറ്റ്സ് ഒപ്പിടാൻ വേണ്ടി രാവിലെ പാലക്കാടാണ് എത്തിച്ചത്. ഞാൻ ഇന്ന് പാലക്കാട് വെച്ച് എൻ്റെ ഡിസന്റ് അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വാസ് മേത്തയെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഗവൺമെൻറ്റല്ല, ഈ കമ്മിറ്റിയുടെ. ഞാനും മുഖ്യമന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും കൂടെ ചേർന്നുള്ള കമ്മിറ്റിയാണ്. അത് ഓൺലൈനിലാണ് സംസാരിക്കും. പലതും കേൾക്കാൻ വയ്യായിരുന്നു. ഓൺലൈനിലൂടെയായിരുന്നു മീറ്റിംഗ്. കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കത്ത് കൊടുത്തു എൻ്റെ ഡിസന്റ്. കാരണം അവർ യുനാനിമസ് എന്ന് എഴുതി വിട്ടു. അപ്പോൾ യുനാനിമസ് അല്ല, എനിക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തു. മിനിറ്റ്സ് ഇന്ന് രാവിലെയാണ് വന്നത്. മിനിറ്റ്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ്, ഐ എക്സ്പ്രസ് മൈ ഡിസന്റ് ഓൺ ദിസ്. വളരെ വ്യക്തമായി ഞാൻ എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഡിസന്റ് കൊടുത്തിരിക്കുക. അതിനകത്ത് ഭൂരിപക്ഷ പ്രകാരം അവർക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷെ എൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിച്ചു. ഒറ്റ കാര്യം കൂടി സാർ, കഴിഞ്ഞ ദിവസം എൽദോസ് കുന്നപ്പള്ളി ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാമക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് കൊടുത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. ഇത്തരമുള്ള ഇത് ഒഴിവാക്കേണ്ടത് അദ്ദേഹത്തിന് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. ഞാൻ ഈ ജാഥയിലായതുകൊണ്ട് അറിഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാളയാർ കേസിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് ചെന്നിത്തല അവിടെ പറഞ്ഞു വെച്ചത്. UDFിലെ നേതാക്കളെല്ലാം തന്നെ ധാർമ്മികമായി പിന്തുണ അവർക്ക് നൽകുമെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ട്. അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ്. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ മന്ത്രിമാരുടെ ജില്ലാ അദാലത്തായ സ്വാതന്ത്ര്യ സ്പർശത്തിൽ പരാതി നൽകി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ
തലമുണ്ഡനം ചെയ്യുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പരാതി നൽകിയത്. മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് അപേക്ഷ ഏറ്റുവാങ്ങിയത്. അപേക്ഷയിൽ സർക്കാർ നടപടിയെടുത്തില്ല എങ്കിൽ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥരുടെ തൊപ്പി തെറിക്കും വരെ തലമുണ്ഡനം ചെയ്യുമെന്ന് പെൺകുട്ടികളുടെ അമ്മ പ്രഖ്യാപിക്കുന്നുണ്ട്. ശബരിമല വിവാദത്തിൽ പ്രതിപക്ഷത്തിനെതിരെ നിയമമന്ത്രി എ കെ ബാലൻ. കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം സാധ്യമല്ല. സുപ്രീം കോടതിക്ക് മുന്നിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് കഴിയില്ല. നിയമം കൊണ്ടുവരുമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് വിവരക്കേടാണെന്നും ബാലൻ ന്യൂസ് 8നോട് പറഞ്ഞു. സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന് നിലനിൽപ്പുണ്ടോ? അപ്പൊ സാങ്കേതികമായി കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് വരുത്തലല്ലാതെ വേറെ വഴിയില്ല. ഇതുപോലെ ശുദ്ധ ബോഷ് ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഇതേ മുദ്രാവാക്യം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSും BJPയും ജനങ്ങളോട് പറഞ്ഞത്. നിയമവകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? കേന്ദ്രത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ മുമ്പിൽ റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കേസിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ പാർലമെന്റിന് കഴിയില്ല. ഖണ്ഡിതമായി പറഞ്ഞല്ലേ. അത് തന്നെയാണ് നിയമസഭയ്ക്കും ബാധകം. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധി യാന്ത്രികമായി നടപ്പിലാക്കിയാൽ അത് ഈ ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ വഴിയിലേക്ക് ഞങ്ങൾ പോകാതിരുന്നത്. സാധാരണ നിലയിലുള്ള സുപ്രീം കോടതി വിധിക്കെതിരായിട്ടു ഒരു നിയമ സംസ്ഥാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറച്ച് ചീന്തു സുപ്രീം കോടതി. ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് എന്തോ തെറ്റായി എന്നല്ലേ പറയുന്നത്. ഇവർ വാങ്ങിച്ചിട്ടുണ്ടോ അഫിഡവിറ്റ്? ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് ഞങ്ങളതിൽ കൃത്യമായി പറഞ്ഞു, യാന്ത്രികമായി വിധി പ്രഖ്യാപിക്കരുത്. ഇവർക്ക് ഞെട്ടലാണ് ഓരോ ദിവസവും. എന്നിട്ട് പറയാ ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ്. ഒരു ലജ്ജ വേണ്ട ഇത് പറയുന്നതിന്. ഇവരുടെ മുമ്പ് കാണുകയല്ലേ ഇത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേർന്നത്. സജിത്ത്, UDF ആയാലും BJP ആയാലും ശബരിമല വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത്രയും നാളും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ നിയമമന്ത്രി A K ബാലനും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു. CPM കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് അല്ലെ ഈ പ്രതിപക്ഷത്തിന് മുന്നിൽ ഈ ശബരിമല വിഷയത്തിൽ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം മുതൽ UDFും BJPയും ഈ ശബരിമല വിഷയം ഉന്നയിക്കുന്നുണ്ട്. അത് UDF ആണ് അതിന് മുന്നിൽ. UDF കൃത്യമായ ശബരിമല വിഷയം ചർച്ചയാക്കുക തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തുടക്കം മുതലുള്ള നീക്കങ്ങളുണ്ട്. ഇതുവരെ ഇതിനോട് കാര്യമായി പ്രതികരിക്കാത്ത ഒരു നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. മൗനം പാലിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം, അതായിരുന്നു CPMന്റെ ലൈൻ. പൊതുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം വേണ്ട എന്നതായിരുന്നു നേതാക്കളുടെ ധാരണ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി CPM കടുത്ത മറുപടി നൽകിക്കൊണ്ട് തന്നെ ഇതിന് പ്രതിരോധം തീർക്കാൻ തീരുമാനിക്കുന്നു. ഇതാണിപ്പോൾ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം. അതായത് വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം UDF പ്രയോഗിക്കുന്നു. ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഇത്തരത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത്. മുസ്ലിം വിരുദ്ധരെന്ന പ്രചരണം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഈ ശബരിമല വിഷയവും ഉയർത്തിക്കാട്ടുന്നത് ഹിന്ദു വോട്ട് തട്ടുക എന്ന വർഗീയ പ്രചരണം മാത്രമാണ് ഇതിലൂടെ അജണ്ട എന്നതൊക്കെയാണ് CPM നടന്ന പ്രചരണം. ഒപ്പം തന്നെ ഈ നിയമനിർമ്മാണം സാധ്യമാകുമെന്ന UDFന്റെ വാദത്തെ അതേപടി ഖണ്ഡിക്കുകയാണ്. അതിന് നിയമമന്ത്രി തന്നെയാണ് അതിന്റെ നിയമവശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വാദം ഖണ്ഡിക്കുന്നത്. നിയമനിർമ്മാണം സാധ്യമല്ല, ഇത് വിശ്വാസികളെ കബളിപ്പിക്കുന്നതിനുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരും ഇതേ നിലപാട് മുമ്പ് ഇക്കാര്യത്തിൽ എടുത്തതെന്നടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ ശബരിമല വിഷയം ചർച്ചയാവുന്നത് ഒരു നഷ്ടമുണ്ടാക്കും, തീർച്ചയായും ഒരു വെല്ലുവിളിയാണ് എന്ന തിരിച്ചറിവ് CPMന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയമായ മറുപടി പറയാനുള്ള തീരുമാനം. അതിന്റെ ഭാഗമായി വിശ്വാസികൾക്കൊപ്പം തങ്ങൾ എന്ന നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിന് പിന്നിലുണ്ടാവുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഇപ്പോഴുള്ള റിവ്യൂ ഹർജി തള്ളിയാലും, അതായത് യുവതീ പ്രവേശന വിധി പുനഃസ്ഥാപിക്കപ്പെട്ട് അത് അത്തരത്തിലുള്ളൊരു കോടതി തീരുമാനം വന്നാൽ കൂടിയും ഇനി തങ്ങൾ പഴയ നിലപാടുമായി മുന്നോട്ടില്ല. അതായത് പെട്ടെന്ന് തന്നെ യുവതീ പ്രവേശനം സാധ്യമാക്കുന്ന നിലപാടിലേക്കില്ല, മറിച്ച് വിശ്വാസികളായും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി സമവായം ഉണ്ടാക്കി മാത്രമേ ഇനി യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാനുള്ളൂ എന്ന ഒരു നിലപാട് പ്രഖ്യാപനം കൂടി CPM നേതൃത്വം A K ബാലനിലൂടെ നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിരോധം തീർക്കുന്നു. ഒപ്പം തന്നെ മുൻ നിലപാടിൽ നിന്ന് അല്പം കൂടി അയഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് CPM കേന്ദ്രങ്ങൾ നടത്തുന്നത്. ശരി, എന്തായാലും ശബരിമല വിവാദം ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നും A K ബാലൻ പറഞ്ഞു വെക്കുന്നു. തുടർഭരണം ഉണ്ടാകുമെന്ന വിളറി പൂണ്ട BJPക്കും UDFനും ഭ്രാന്ത് പിടിച്ചു. ശബരിമല ചർച്ചയാക്കുന്നത് കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് തയ്യാറാക്കിയ തന്ത്രമാണ്.
നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരികെ എത്തിക്കാനാണ് UDF ശ്രമം. യുവതീ പ്രവേശന വിധി സുപ്രീംകോടതി ശരിവച്ചാലും വിധി നടപ്പിലാക്കുന്നത് വിശ്വാസികളുമായി ആലോചിച്ച് മാത്രമെന്നും ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു തുടർ ഭരണം ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അതിൽ നിന്നുള്ള വിറളിയും ഭ്രാന്തുമാണ് BJPയെയും കോൺഗ്രസിനെയും ഈ പരുവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് UDF പൊതുവിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും ജമായത്തെയും കൂടി രൂപപ്പെടുത്തിയിട്ടുള്ളൊരു തന്ത്രമാണിത്. അവർക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുണ്ട്. ആർക്ക് നഷ്ടപ്പെട്ടെ? UDFന്. അപ്പോൾ ഇതിനെ ഒന്ന് ആളി കത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആണ് അയ്യപ്പ ഭക്തന്മാർ, ഞങ്ങളാണ് അയ്യപ്പ സ്വാമിയുടെ വക്താക്കൾ, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇത് വരുത്താനുള്ള ഒരു വ്യഗ്രത ഇപ്പം നടത്തുന്നത്. ഇനി കോടതി വിധി വരട്ടെ. കോടതി വിധി സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ചിൽ കിടക്കുന്ന കോടതിയുടെ വിധി വരട്ടെ. ആ വിധി വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് എടുക്കുന്ന തീരുമാനമായിരിക്കും നടപ്പിലാക്കുക. ഇടവേളയാണ് ഇനിയൊരു സമരമെന്ന ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. പല റാങ്ക് ഹോൾഡർ സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രൂപീകരിച്ചവയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകാൻ പ്രായോഗികമല്ല. PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലല്ല താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയത്. റാങ്ക് ഹോൾഡേഴ്സ് വസ്തുതകൾ മനസ്സിലാക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് 3-4 മടങ്ങാണ് കൂടുതൽ ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത്. അപ്പം ആരൊക്കെയോ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ തൊഴിലിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമരവും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി പിന്തിരിയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് അവരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ലിസ്റ്റിലുള്ള എല്ലാവരെയും നിയമിക്കുന്നതിന് സർക്കാരിന് കഴിയില്ല. സർക്കാർ പക്ഷെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഈ ബഡ്ജറ്റിലുള്ളത്. കേരളത്തിലെ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് ഏതാണ്ട് സർക്കാർ ശമ്പളത്തിൻ്റെ വരുന്ന നല്ല ശമ്പളമുള്ള പണി നൽകാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായൊരു പരിപാടി മുന്നോട്ട് വെച്ചിരിക്കുക. ഇതെല്ലാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതെ അതെ അതെ. ഇത്രയും പേര് ഓരോ ലിസ്റ്റിലുമുണ്ട്. സ്വാഭാവികമായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് സംഘടന ഉണ്ടാക്കുന്നു. ചില സംഘടനകളെങ്കിലും പ്രത്യക്ഷമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ്. അതിൽ വീഴരുത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VS അനു തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അനു, റാങ്ക് ഹോൾഡേഴ്സ് സമരം പ്രതിപക്ഷം ഇളക്കിവിട്ട സമരമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. റാങ്ക് ഹോൾഡേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി കൂട്ടിച്ചേർത്തത്? രഞ്ജിനി, ഏറ്റവും പ്രധാനമായും ഇന്നലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചില ഉദ്യോഗാർത്ഥികൾ ഇന്നലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ധനമന്ത്രി ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയത്. ഇത് പ്രതിപക്ഷ സംഘടനകൾ മനഃപൂർവ്വം ഇളക്കി വിടുന്ന സമരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, മുൻ സർക്കാരുകൾ അപേക്ഷിച്ച് കൂടുതൽ നിയമനം നടത്തിയ ഈ ഇടതുപക്ഷ സർക്കാരാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാം അല്ലെങ്കിൽ അവർക്കെല്ലാം ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അത് സാധ്യവുമല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കണം. ഇത് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉദ്യോഗാർത്ഥികളെ ഇറക്കി വിട്ടുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുള്ള ഒരു കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. ഏതായിരുന്നാലും തിരുവനന്തപുരത്ത് ഇപ്പോഴും ഈ സമാനമായ സമരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരുന്നു. വിവിധ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇപ്പോഴും സമരം നടത്തുകയാണ്. അപ്പോഴാണ് ധനമന്ത്രി ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രഞ്ജിനി, ശരി, അനുവാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുന്നണി മാറ്റത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ NCP നേതാവ് മാണി സി കാപ്പൻ ഇന്ന് ഡൽഹിക്ക് പോകും. ഇടതു പ്രതീക്ഷകൾ അവസാനിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാണ് കാപ്പന്റെ നീക്കം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര കോട്ടയത്തെത്തുന്നതിന് മുൻപ് തന്നെ മാണി സി കാപ്പൻ മുന്നണി വിട്ടേക്കും.
UDF പ്രവേശന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് മാണി സി കാപ്പൻ ഡൽഹിക്ക് പോകുന്നത്. ഈ മാസം 14-ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര പാലായിലെത്തുന്നുണ്ട്. ഈ വേദിയിൽ വെച്ച് കാപ്പന്റെ UDF പ്രവേശനം പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് അഭ്യൂഹം. അതേസമയം NCP ഒറ്റക്കെട്ടായി മുന്നണി വിടാനുള്ള സാധ്യത കുറവാണ്. തുടർഭരണ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ ശരത് പവാർ ഈ തീരുമാനമെടുത്തേക്കില്ല. TP പീതാംബരനും AK ശശീന്ദ്രനും NCP എന്ന നിലയ്ക്ക് തന്നെ തുടർന്നേക്കും. കാപ്പൻ UDFിലെത്തിയാൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസിലോ ചേരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. NCP നേതാവ് പ്രഫുൽ പട്ടേൽ കേരളത്തിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി ഇനിയും സമയം നൽകിയിട്ടില്ല എന്നതുകൂടി മുൻനിർത്തിയാണ് മാണി സി കാപ്പന്റെ ഡൽഹി യാത്ര. ന്യൂസ് 18 കോട്ടയം. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ സംസ്ഥാനത്ത് പെട്രോൾ വില 90 രൂപയ്ക്ക് അടുത്തായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 89 രൂപ 18 പൈസയും ഡീസലിന് 83 രൂപ 33 പൈസയുമായി. കൊച്ചിയിൽ പെട്രോളിന് 87 രൂപ 57 പൈസയും ഡീസലിന് 81 രൂപ 82 പൈസയുമായി. ഈ വർഷം 13ാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. DMK ജനറൽ സെക്രട്ടറി VK ശശികല ചെന്നൈയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 21 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശശികല ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലെത്തിയത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ച ശശികല അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശത്തിനിടയിലാണ് ശശികല ചെന്നൈയിലെത്തിയത്. പുലർച്ചെ 4 മണിയോടെ ചെന്നൈയിലെത്തിയ ശശികല രാമപുരത്തെ MGR ഗാർഡൻസിലെ MGR പ്രതിമയിൽ ഹാരമണിയിച്ചു. TTV ദിനകരനടക്കം അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാക്കളും പ്രവർത്തകരും ശശികലയ്ക്കൊപ്പമുണ്ടായിരുന്നു. MGRന്റെ കുടുംബാംഗങ്ങളുമായും ശശികല കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാവിലെ 8 മണിയോടെ ബംഗളൂരുവിൽ നിന്ന് യാത്ര തിരിച്ച ശശികലയ്ക്ക് 30-ലധികം കേന്ദ്രങ്ങളിലാണ് അമ്മ മക്കൾ കക്ഷി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്. വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ച ശശികല പ്രവർത്തകർക്ക് ആവേശം പകർന്നു. നിലവിലെ AIADMK നേതൃത്വം പരിഭ്രാന്തരാണെന്നും അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ വഴങ്ങാറില്ലെന്നും ശശികല പറഞ്ഞു. AIADMK ആസ്ഥാനം സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണാം എന്നായിരുന്നു മറുപടി. 2 ദിവസത്തിനുള്ളിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്ന ശശികല നിർണായക പ്രഖ്യാപനം നടത്തിയേക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ്.